CM വലിയുള്ളാനെ പോലത്തെ ഒരു മനുഷ്യനെ ഈ ഭൂഗോളത്തിന് മുകളിൽ 20-ാം നൂറ്റാണ്ടിൽ നിനക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ ഈ ചെവി മുറിച്ച് നിൽക്കുന്നു. ആ മനുഷ്യനെ മാറ്റം കിട്ടുക നമ്മൾ സുന്യൽ പറഞ്ഞു നടക്കണ തിന്നാവോള് സുന്യല്ല, തീറ്റ സുന്യാണ്. തല കൊടുത്തോളെയും നിങ്ങളൊന്നും എനിക്കൊരു വിഷയമല്ല. ഇതെന്താ അള്ളാ എന്ന ദിക്റിൽ അങ്ങോട്ട് അനീസായതാ. പിന്നെ അവർക്ക് നടക്കാത്തൊരു കാര്യം ഇല്ല. നമ്മൾ ദ്വാരന്നാലും ഒരു കാര്യം നടക്കണമില്ല. CM ദ്വാരക്കാതെ തന്നെ എന്തിനാണ് ഒക്കെ നടക്കുക. നമ്മക്കോ ദ്വാരന്നിട്ട് നടക്കണമില്ല. എന്തുകൊണ്ട്? നമ്മളെ കൽബിൽ സാധനങ്ങളാണ്, CM കൽബിൽ അള്ളയാണ്. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം റഹ്മാനായ റബ്ബിന്റെ അർശാണ്. അപ്പോൾ അതിൻ്റെ ഒരു പതിപ്പ് ഇവിടെ ഉണ്ടാവും, ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഒന്നും മറക്കാൻ കഴിയൂല, ഒന്നും അയാളെ തൊട്ട് മറയുകയുമില്ല. ആ കൽബ് സന്തോഷത്തിലായിരിക്കും, സന്തോഷമില്ലാത്ത ഒന്നും ഉണ്ടായില്ല. ഏതാ സൂറത്ത്? ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ യൗമദ്ദീൻ വമാ ഹും അൻഹാ ബിഗായിബീൻ. എത്രാമത്തെ ആയത്താ നോക്കാം. ഇന്നൽ അബ്റാറ ലഫീ നഈം, ഗുണവാന്മാരെല്ലാം എപ്പോഴും ആസ്വാദനത്തിലായിരിക്കും. ആസ്വദിക്കുക, ഒരു പ്രയാസം ഉണ്ടാവില്ല. പ്രയാസം ഒരു ആസ്വദിക്കും. തൂക്കിക്കൊല്ലാണെങ്കിൽ ആസ്വദിക്കും, തൂക്കിക്കൊല്ലാണ് ആസ്വദിക്കും. അവർ തൂക്കിക്കൊല്ലാണ് അപ്പോഴും ആസ്വദിക്കും. ചിരിക്കും, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇന്നൽ അബ്റാറ ലഫീ നഈം. ലർഫ് പറയുന്നില്ല ഈ ആയത്തിന്, അപ്പുറത്തായത്തിന് ലർഫ് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോ? വഇന്നൽ ഫുജ്ജാറ ലഫി ജഹീം, തമ്മാടികൾ നരകത്തിലാണ്. യസ്ലൗനഹ, ആ നരകത്തെ അവർ കണ്ടെത്തും. യൗമദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ദിവസം. ഇതിന് സമാനും മക്കാനും പറയുന്നില്ല. ഏതിന്? ഇന്നൽ അബ്റാറ ലഫീ നഈം, ഗുണവാന്മാർ ആസ്വാദനത്തിലാണ്. ഏത് കാലത്തെന്നോ ഏത് സ്ഥലത്തെന്നോ പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ഏത് കാലത്തും ഏത് സ്ഥലത്തും അവർ ആസ്വദിക്കണം. വഇന്നൽ ഫുജ്ജാറ, മനസ്സിലായില്ലേ കുട്ടികളെ? അവിടെ ആ ലർഫ് ഇങ്ങോട്ട് കയറ്റി വെക്കാൻ പറ്റില്ലല്ലോ. ഏത്? മനസ്സിലായില്ലേ പറഞ്ഞത്? ഇവിടെ ആ ലർഫ് യസ്ലൗനഹ, 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 അല്ലെങ്കിൽ യസ്ലൗനഹുമ എന്ന് വേണം. ജഹീമ സ്ത്രീലിംഗമായതുകൊണ്ടാണ് യസ്ലൗനഹ. ഇവിടെ നഈം, ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹുമ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ ഒന്നാമത്തെ ആയത്തിന് ലർഫ് കൊടുത്തിട്ടില്ല. ലർഫ് സമാനും ഇല്ല. മനസ്സിലാവണി തങ്ങളെ? ലർഫ് സമാനുമില്ല, ലർഫ് മക്കാനും ഇല്ല. അതേസമയത്ത് മറ്റതിന് എന്തുണ്ട്? ലർഫ് സമാനുമുണ്ട്, ലർഫ് മക്കാനുമുണ്ട്. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, മോശപ്പെട്ടവര് നരകത്തിലാണ്. പിന്നെ നരകത്തിലാണ്. യസ്ലൗനഹ, ആ നരകത്തെ അവർ കണ്ടെത്തും. യൗമദ്ദീൻ, പ്രതിഫല നാളിന്റെ ദിവസം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പോൾ അവിടെ ലർഫ് സമാനും മക്കാനും പറഞ്ഞു. അതേസമയത്ത് ഇവിടെ ലർഫ് സമാനും ഇല്ല, ലർഫ് മക്കാനും ഇല്ല. എന്തുകൊണ്ട്? ഇതിന് മക്കാനും സമാനും ഇല്ല, ഇതിന് മുത്തലക്കാണ്. ഇന്നൽ അബ്റാറ, ഗുണവാന്മാർ, ലഫീ നഈം, ആസ്വാദനത്തിലാണ്. എന്നും എവിടെയും അവരെ തൂക്കിക്കൊല്ലാണെങ്കിലും അങ്ങനെയാണ്. അവരേത് കഠോരമായ കൊടുങ്കാറ്റടിക്കാണ്, അപ്പോഴും ആസ്വാദനത്തിലാണ്. കാരണം ഇതെല്ലാം അവർ റബ്ബിൻ്റെതാണ്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാൽ കൊടുങ്കാറ്റ് അവസാനിക്കാം, റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, റബ്ബിന്റെ മശിയത്തിൽ അവസാനിക്കും. അതിൽ അവർ മരിച്ചാലോ അവർ സന്തോഷത്തിലെത്തും. ഇപ്പോൾ സന്തോഷത്തിലാണ്. കൊടുങ്കാറ്റടിച്ച് മരിച്ചാലും സന്തോഷത്തിലാണ്. സന്തോഷമെന്നല്ലാത്ത ഒന്നുമില്ല. മനസ്സിലായില്ലേ? ചിന്തി തന്റെ കൊടുത്ത് ചിന്തിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നു ഖുലൂബുന്നല്ല, തത്മഇന്നുൽ ഖുലൂബ്. അൽ ഖുലൂബിന് സമാധാനം ഉണ്ടാവും, എല്ലാവർക്കും സമാധാനം ഉണ്ടാവില്ല. അല്ല അങ്ങനെ തന്നെ. ഏതാ സുഹൃത്ത്? എടുക്ക് നോക്ക്. നേരത്തെ ഇൻഫിത്താർ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അൽ ഖുലൂബ്, ഏത് ഖുലൂബ്?
ദാലിക്കൽ ഖൽബു അർശുർ റഹ്മാൻ. ആ ഖൽബ് അള്ളാഹുവിന്റെ അർശിലെത്തിച്ച് അർശായി തീർന്ന ഖൽബ്, ആ ഖൽബിന് സമാധാനമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതെ, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. 28 എഴുതിയൊക്കെ എല്ലാം എഴുതിയൊക്കെ ഇതൊക്കെ എടുത്ത് പിന്നെ ഒന്ന് സെർച്ച് ചെയ്യണം. എന്താണ് പറഞ്ഞതെന്നൊക്കെ അവിടെയൊക്കെ തഫ്സീർ ഒന്ന് എടുത്ത് നോക്കിക്കളാടി. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബ്, അവർ മുഅ്മിനീങ്ങളാണ്, അവരുടെ ഹൃദയം ദിക്റുള്ള കൊണ്ട് പിന്നെ സമാധാനത്തിലാവും. അലാ ബിദിക്, അറിഞ്ഞുകൊള്ളുക. അൽ ഖുലൂബിന് തത്മഇന്നുണ്ടാവും. അൽ ഖുലൂബിന് ഇവിടുത്തെ കുലുബ ആരെ കുലുബ? അല്ലദീന ആമനു, അവരെ കൽബാണ്, മുഅ്മിനീങ്ങളെ കൽബാണ്. മുഅ്മിനാണെങ്കിൽ അവന്റെ കൽബിന് തുമൈനത്തുണ്ടാവും, എല്ലാ കൽബിനും ഉണ്ടാവില്ല. 28. അപ്പൊ നോക്കൂ നിങ്ങൾ, അത് മണ്ണ് തിന്നൂല, ഇവിടെ കൊണ്ടുവച്ചാൽ മതി. മണ്ണൊന്നുമില്ല, മണ്ണിന് പേടിയാവും. ചിന്തിക്ക്. ബാങ്ക് ഇങ്ങനെ കൊടുക്കും, അപ്പോൾ ഒലിച്ചിറങ്ങും. ഇഖ്ലാസ് ഉണ്ടായാൽ മതി. ഇഖ്ലാസ് ഉണ്ടായാൽ ബാങ്ക് ഇങ്ങോട്ട് ഒലിച്ചിറങ്ങിയാലോ നരകത്തിന് വരെ പേടിയാണ്. പിന്നെ മണ്ണിന് പേടി ഉണ്ടാവില്ലേ? മൊല്ലാക്കാൻ ആർക്ക് പേടിയാണ്? നരകത്തിന് പേടിയാണെങ്കിൽ പിന്നെ മണ്ണിന് പേടി ഉണ്ടാവില്ലേ? تلك لحوم حرمها الله على النار لحوم المؤذنين. فتلك لحوم, മൊല്ലാക്കന്മാരുടെ മാംസം ഒരു പ്രത്യേക മാംസമാണ്. ഹറമഹ, അവയെ, ആ മാംസത്തെ, മൊല്ലാക്കന്മാരുടെ മാംസത്തെ ഹറാമാക്കി അല്ലാഹു ഹറാമാക്കി അലന്നാരി, നരകത്തിന്റെ മേൽ. ഒന്നും കൂടി വായിക്കൂ. ഫതിൽക ലുഹൂമുൻ ഫതിൽക ലുഹൂമുൻ ഫതിൽക ലുഹൂമുൻ ഫതിൽക ലുഹൂമുൻ ഫതിൽക ലുഹൂമുൻ فتلك لحوم حرمها الله على النار لحوم المؤذنين. فتلك لحوم حرمها الله على النار. هذا لحوم المؤذنين. ഈ ആയത്ത് ഫുസ്സിലത്തിൽ, ഈ ഹദീസ് ഫുസ്സിലത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീറിലുണ്ട്. എവിടെയെന്നറിയോ? ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലുണ്ട് വമൻ അഹ്സൻ. ഫുസ്സിലത്തിൽ എടുത്തു നോക്കണേ, ഫുസ്സിലത്തിൽ ഇബ്നു കസീറിലുണ്ട് ഈ ഹദീസ്. ഏത് ഈ ഹദീസിന്റെ തുടക്കം ഇങ്ങനെയാണ്. എന്താ? ഇന്നൽ മുഅദ്ദിനീന, ഇന്നൽ മുഅദ്ദിനീന അത്വലുൻ നാസി അനാഖൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ കഴുത്ത് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവർ ബാങ്ക് കൊടുക്കുന്നവരായിരിക്കും. ഇന്നൽ മുഅദ്ദിനീന, നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളക്കാര്, ഏറ്റവും വിലയില്ലാത്ത കൂട്ടര്, അവർ മുഖ്ലിസീങ്ങളാണെങ്കിൽ നരകത്തിനൊരു കണ്ട പേടിയോ. ഇന്നൽ മുഅദ്ദിനീന അത്വലുൻ നാസി അനാഖൻ യൗമൽ ഖിയാമ. ഇന്നൽ മുഅദ്ദിനീന അത്വലുൻ നാസി അനാഖൻ യൗമൽ ഖിയാമ. എഴുതിക്കണേ, ഹദീസ് എഴുതിക്കണേ. ഇന്നൽ മുഅദ്ദിനീന അത്വലുൻ നാസി അനാഖൻ യൗമൽ ഖിയാമ. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന പണി കിട്ടിയാൽ ഒരു പേടിയും പിടിക്കണ്ട. അതൊക്കെ വലിയ ഇഖ്ലാസോട് കൂടി ചെയ്താൽ മതി. ദുനിയാവിൽ ആഖിറയിലുണ്ടാവും. ഇന്നൽ മുഅദ്ദിനീന അത്വലുൻ നാസി അനാഖൻ യൗമൽ ഖിയാമ. അടുത്ത വാക്കാണ് ഫതിൽക ലുഹൂമുൻ ഹറമഹല്ലാഹു അലന്നാരി ലുഹൂമൽ മുഅദ്ദിനീൻ. ഖാലഹ സലാസ. ഈ വാക്ക് റസൂലുള്ളാഹ് 3 വട്ടമാണ് ഞങ്ങളോട് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമുള്ള വിഷയം റസൂലുള്ളാഹ് 3 വട്ടം പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലഹ സലാസൻ. ഈ ഹദീസ് റസൂലുള്ളാഹ് എത്ര വട്ടം പറഞ്ഞു? 3 വട്ടം. ഫതിൽക ലുഹൂമുൻ, അവരുടെ അതൊരു പ്രത്യേക മാംസമാണ്. ഹറമഹല്ലാഹ്, ആ മാംസത്തെ അല്ലാഹു ഹറാമാക്കി അലന്നാരി, നരകത്തിന്റെ മേൽ. അതായത് ലുഹൂമൽ മുഅദ്ദിനീന, ബാങ്ക് കൊടുക്കുന്നവരുടെ ഇറച്ചി തൊടരുതെന്ന് ആര് പറഞ്ഞു? അല്ലാഹു ആരോട് പറഞ്ഞു? നരകത്തോട് പറഞ്ഞു. തൊട്ടൂല. ഏതാണ് ആയത്ത്? ഫുസ്സിലത്തിലെ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. ഈ ആയത്ത് അവരെ പറ്റി ഇറങ്ങിയതാണെന്ന് ഒരു അഭിപ്രായം. കാരണം എന്തുകൊണ്ട്? ഏത് വേനൽ വർഷം മഴ തണുപ്പൊന്നും കൂടാതെ അവരെന്ത് പറയും?
അള്ളാഹുവിലേക്ക് ക്ഷണിക്കും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. തിരിച്ചു വാ. അവരിങ്ങനെ പറയും. ഇഞ്ചോക്തും ഒരു മുഖലിസീങ്ങളായ അതിങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ ഈ കൽബിനെ ഇനി തൊടാൻ ആർക്ക് പറ്റൂല? നരകത്തിന് പറ്റൂല. മുഖലിസായ മുഅദ്ദിനാണെങ്കിൽ മണ്ണ് വരെ തൊടൂല. നരകത്തിന് പേടിയാണല്ലോ, പിന്നെ മണ്ണിന് പേടിയില്ലാക്കൂ. ഒരു വെള്ളത്തിൽ മന്ത്രിച്ചൊരു ഏത് രോഗം മാറും? എത്ര മൊല്ലാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്തല്ലേ പഴയ കാലത്തിൽ കുട്ടികളെ രാത്രി അയാൾക്കൊന്ന് കരച്ചിലോ മറ്റുണ്ടായ ആരടുത്തൊക്കെ വെള്ളം മന്ത്രിക്കാൻ പോവാ? മൊല്ലാക്കാനെ കൊണ്ട് മന്ത്രിപ്പിക്കും. എത്ര ചിന്തിക്കണം. ഇന്നിപ്പം എന്തുകൊണ്ട് അവർ അഭിമാനിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു പണിയാണ്, ഒരു അപമാനമാണ്. പള്ളിയിൽ മുക്രിയാകാറ അപമാനമാണത്. ഇതിൽ അവർ അഭിമാനത്തിൽ ഏറ്റെടുക്കുക. ഇത് പള്ളീൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ? അവരെ കൽബിലേക്ക് എന്ത് ഇറങ്ങി? ദിക്റുള്ള ഇറങ്ങി. മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാവും. അതാണ് ദിക്ർ. അതവർക്ക് മതിയാവും. എപ്പോൾ മതിയാവും? ഇതിന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇബ്നു അജീബ തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കൊടുക്കുന്നത് നോക്കൂ. ഞാൻ ബഹറുൽ മദീദിൽ നിന്നാണ് വായിക്കുന്നത്. നോക്കിക്കൊള്ളാം. ഇമാം ഗസാലി തങ്ങൾ യഹ്യയിൽ പറയുന്നുണ്ട്, ദിക്റിന്റെയും അതിന്റെ ഫളീലത്തിനെയും പറയുന്ന അധ്യായത്തിൽ ഇമാം ഗസാലി തങ്ങൾ പറയാണ്. ആരാ ഉദ്ധരിക്കുന്നത്? ഇബ്നു അജീബ തങ്ങൾ ബഹറുൽ മദീദിന്റെ 2-ാം വാള്യത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഏതാ ആയത്ത്? ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ യഹ്യയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു, വഅന്നഹു യൂജിബുൽ ഉൻസ വൽ ഹുബ്ബ. ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു ഉൻസ് ഉണ്ടാക്കും. ഉൻസ് പറഞ്ഞാൽ ഒരു നിർവൃതി, വൽ ഹുബ്ബ ഒരു പ്രേമവും, അള്ളാഹിനോട് പ്രേമവും അള്ളാഹിനെ കൊണ്ട് നിർവൃതിയും. പ്രേമിക്കുന്ന ആരെ കൊണ്ട് നിർവൃതി ഉണ്ടാവും? ഇവൻ പ്രേമിക്കുന്ന ആരെയാണ്? അള്ളാഹു. ആ വാക്കിങ്ങനെ പിന്നെ ലൈല. എന്റെ ലൈല അവന്റെ മനസ്സിന്റെ നിർവൃതിയാണ്. മുഅ്മിനായ മനുഷ്യന്റെ നിർവൃതി ആരാണ്? അല്ലാഹ് തന്നെ നിർവൃതി. ഇങ്ങോട്ട് നോക്ക്. നീ കേട്ടോട്ടെ കുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ. വഅന്നഹു യൂജിബു, അത് വാജിബാക്കും. ഏത്? ദിക്റുള്ള വാജിബാക്കും. അൽ ഉൻസ നിർവൃതിയെ, വൽ ഹുബ്ബ പ്രേമത്തെയും. അള്ളാഹ് എനിക്ക് എപ്പോഴും എൻ്റെ കൽബിലുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, സന്തോഷമായിരിക്കും. ഈ പൈസ കൊടുക്കാണ്ട് കടണ്ട്, എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവും. എന്നെ മോളെ കെട്ടിച്ചിട്ടില്ല, സമാധാനം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഞാനോട് പറയും, അള്ളാഹിനോട് പറയും, ഇറക്കി വെക്കും. മോളെ കെട്ടിക്കാൻ വേണ്ടി അള്ളാഹിനോട് പറയാല്ല, ഈ അള്ളാഹിൻ്റെ ആളായതുകൊണ്ട് അള്ളാഹിനോട് പറയാം. മോളെ കെട്ടിക്കാൻ വേണ്ടി അള്ളാഹിനോട് പറഞ്ഞിട്ട് മോളെ കെട്ടിച്ചില്ലെങ്കിൽ ഈ കോഫറാവും. നോക്കാക്കട്ടെ. അങ്ങനെയുള്ള ഒരാളെ, ഒരു കുടുംബത്തിലെ പെണ്ണിനെ പറ്റി ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഭർത്താവും തഹജ്ജുദ്. എന്നോട് 15 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഭർത്താവ് തഹജ്ജുദ് നിസ്കരിച്ച് മോളെ കെട്ടിക്കാൻ വേണ്ടി 3 പെൺകുട്ടികളുണ്ടായി. മൂത്തോളെ കെട്ടിക്കാനായപ്പോൾ 2 തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യും. കുറേ കാലം ദുആ ചെയ്തു, കെട്ടിച്ചില്ല. അപ്പോൾ ഭാര്യ ഫർദ് നിസ്കാരം നിർത്തി. ഇതൊന്നും കാര്യമല്ല. ഇയാൾ പിന്നെ നിസ്കരിച്ച് ദുആ ചെയ്തു. അങ്ങനെ മകൾക്ക് കല്യാണം വന്നു, കെട്ടിച്ചു. ഇതുവരെയുള്ള പ്രശ്നം എന്താ? ഇയാൾക്കൊരു കൂട്ടുകാഴ്ചയുണ്ട്, കള്ളനാണ്. മനസ്സിലായില്ല? ഇക്കാലം വരെ ഇയാൾ ദ്വാരന്നിട്ട് കെട്ടിക്കാത്ത എന്തുകൊണ്ട്? ഈ കൂട്ടുകാഴ്ച കള്ളനാണ്. ആരാ കൂട്ടുകാഴ്ച? ഭാര്യക്ക് കെട്ടിക്കണമെന്നേ ഉള്ളൂ, റബ്ബിന് വേണ്ട. പിന്നെ ഓളെ നിർത്തി. ഇയാൾ പിന്നെയും തഹജ്ജുദ് കൊണ്ടുപോയി കെട്ടിച്ചു. ഒന്നവനെ കെട്ടിച്ച് 2-3 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു കല്യാണോ അവൻ കെട്ടിച്ചു. പിന്നെ 3-ാമത്തിനെ കെട്ടിച്ചു. പിന്നെ മറ്റോളം എന്തായില്ല, നിസ്കാരം തുടങ്ങിയില്ല. ഇപ്പൊ 3 എന്തായി? കെട്ടിച്ചു, നിസ്കാരം തുടങ്ങിയില്ല. മലപ്പുറം ജില്ലയാണ് ഈ സ്ഥലം. എനിക്ക് വയ്യ. ഇപ്പൊ എന്നോട് അയാൾ കരഞ്ഞത് പറഞ്ഞു. ഒരു അകത്തെ പള്ളിയിൽ വെച്ച് ഒരിക്കൽ എന്നോട് ഇയാൾ കരഞ്ഞു പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഭാര്യ നിസ്കാരം തുടങ്ങാൻ നിങ്ങൾ ദ്വാരക്കണം. എന്തേ? ഓൾക്ക് ഇപ്പൊ നിസ്കാരമില്ല, ഓൾക്ക് നിസ്കരിക്കാൻ കഴിയൂല. കാരണം അവളെ കൽബിൽ പെൺകുട്ടിയേ ഉള്ളൂ, ആരില്ല. ആരില്ല, അള്ളാഹുവില്ല. അള്ളാഹു കൽബിലുണ്ടെങ്കിൽ പറഞ്ഞാൽ നടക്കും. ഇത് നമ്മളെ കൽബിൽ അള്ളാഹു അല്ലുള്ളത് കടാണ്, അള്ളാഹു അല്ലുള്ളത് ഗൾഫാണ്, അള്ളാഹു അല്ലുള്ളത് ദുബായിയാണ്, അള്ളാഹു അല്ലുള്ളത് കച്ചവടാണ്. അപ്പൊ നടന്നോളുന്നില്ല. ചിലപ്പോൾ നടക്കും, പക്ഷെ പിന്നെ ഞാൻ വൈക്കോട്ട് പോകില്ല.
കച്ചവടം നടക്കാൻ വേണ്ടി നടന്നു, പിന്നെ കച്ചവടം തുടങ്ങി, പിന്നെ കച്ചവടം കൊണ്ട് എനിക്ക് നിസ്കാരം കിടക്കാൻ കഴിഞ്ഞില്ല. നേരെ മറിച്ച് ഈ തത്മയിന്നുൽ ഖുലൂബായ അൽ ഖുലൂബ് ഉണ്ടല്ലോ, ആ ഖുലൂബ് അള്ളാഹനെ ഒഴിവാക്കിയല്ല കച്ചവടം ഒഴിവാക്കും, അള്ളാഹനെ ഒഴിവാക്കൂല. മനസ്സിലായില്ലേ? ചിന്തിക്കുക, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അലാ ബിദിക്രില്ലാഹി തത്മയിന്നുൽ ഖുലൂബ്. ചില ഹൃദയങ്ങൾക്ക് അള്ളാഹിനെ പറ്റി പറയുമ്പോൾ തുമൈനത്തുണ്ടാവും. അതാരാ? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബ്. അവർക്ക് അള്ളാഹ് എന്ന് പറയുമ്പോൾ രോമാഞ്ചം ഉണ്ടാവും, അവർക്ക് സമാധാനം ഉണ്ടാവും. അവർക്ക് അള്ളാഹ് കച്ചവട ചെറുക്കല്ല. നമുക്ക് അള്ളാഹു കച്ചവട ചെറുക്കാണ്, നമ്മളെ കാര്യം നടക്കണം, അതിന് അള്ളാഹു. മനസ്സിലായില്ലേ? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവർക്ക് പറയാം, ഞാൻ ഇതിന്റെ അത്ഭുതകരമായ രണ്ടാം ഭാഗം പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് ഒരാൾക്ക് നിർവൃതി കരസ്ഥമായാൽ അള്ളാഹു അല്ലാത്തവരെ തൊട്ട് മുറിഞ്ഞു പോവും. പിന്നെ അള്ളാഹ് അല്ലാത്തവരുണ്ടാവില്ല. ഉണ്ടാവും. അപ്പുറമില്ല. ഒരു പണിക്കാരനെ കൂടെ പണിയെടുപ്പിച്ചു, ഏതോ ഒരു ബിഹാരി വന്നു പണിയെടുപ്പിച്ചു. ഓനോട് നമുക്കൊരു ചെറിയ ബന്ധമുണ്ടല്ലോ, ഓനെ നമ്മൾ കെട്ടിപ്പിടിച്ചു നോക്കണില്ലല്ലോ. അത് വൈകുന്നേരം കൂലി കൊടുക്കും, ഓനെ പറഞ്ഞേക്കും. നല്ല പേപ്പറക്കാരനാണെങ്കിൽ എടി ഒരു പണിയായി വന്നതാണ്, ഒരു കട്ടൻ ചായ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് അവൻ കൊടുക്കും. അവൻ പോവും. നാളെ വന്നെങ്കിൽ അത് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും വിളിക്കും. ബന്ധമൊന്നുമില്ല, അങ്ങനത്തെ ബന്ധമുള്ളൂ. മറ്റതൊക്കെ അറുത്തൊഴിവാക്കും, ഒഴിവായി പോകും. ഇവൻ കട്ട് ചെയ്യേണ്ടി വരൂല, കട്ടായി പോവും. പൊക്കുളിപ്പടി കട്ട് ചെയ്യണ്ട, അതിന്റെ സമയം വന്നാൽ മുറിഞ്ഞാടും. അതിന്റെ കൂടെ അല്ല, അതിന്റെ സമയം വന്നാൽ മുറിഞ്ഞു വീഴും. തേങ്ങ കൂട്ടത്തിൽ കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിലാണ് നമ്മൾക്ക് എൻ്റെ തെങ്ങേറ്റക്കാരൻ ആവശ്യമായി വരുന്നത്. ഇല്ലെങ്കിലോ അതിന്റെ സമയം കഴിഞ്ഞാൽ ഭൂമിക്ക് ഗുരുത്വാകർഷണത്തോട് താഴ്ത്തി കയറും. പറഞ്ഞാ അള്ളാഹുവിലേക്ക് ഞങ്ങൾ ബന്ധപ്പെട്ടാൽ അല്ലാത്തൊക്കെ മുറിഞ്ഞു. മുതാജ്ജല്ല, ലാസിമാണ്. നമുക്ക് ആ കൽബ് മുറിഞ്ഞതായി തീരും. ഓയിലില്ല. അള്ളാഹു അല്ലാത്തിനെ തൊട്ടാൽ മുറിയും, സ്വയം മുറിയും. ആ കൽബിന് ആരേ ഉണ്ടാവുള്ളൂ? ഭാര്യ ഉണ്ടാവൂലേ? ഉണ്ടാവും. അള്ളാഹുമായി ബന്ധപ്പെട്ടൊരു ഭാര്യ. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്ന് കയറിയിരിക്കും കുട്ടികളെ, ഒന്ന് കയറിയിരിക്കും കുട്ടികളെ, കയറിയിരിക്കും. ബേക്കിൽ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട്. ചൂടുവെള്ളം കൊണ്ട്, ചൂടുവെള്ളം. മനസ്സിലാവണില്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? അതായത് അള്ളാന്റെ ദിക്ർ കൊണ്ട് നിനക്ക് നിർവൃതി കരസ്ഥമായാൽ, അർത്ഥം നോക്കി മക്കളെ, നിർവൃതി കരസ്ഥമായാൽ ബിദിക്രില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് ഒരാൾക്ക് നിർവൃതി കരസ്ഥമായാൽ ആ കൽബ് സ്വയം മുറിഞ്ഞു പോകും. അതിന് ഓയിലില്ല. അള്ളാഹു അല്ലാത്തതിനെ തൊട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഉണ്ടാവും. അപ്പൊ പെണ്ണുങ്ങളില്ലേ? ഉണ്ട്. പക്ഷെ അള്ളാഹുവിനെ മുൻനിർത്തിയ പെണ്ണുങ്ങളേ ഉള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ മുണ്ടൂല. കഞ്ഞിയിൽ ഉപ്പേറിയ പ്രശ്നമില്ല. നമ്മൾക്ക് നേരെ തിരിച്ചാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് കഞ്ഞിയിൽ ഉപ്പേറിയ തലാക്കല്ലും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഉപ്പായത്തിൽ സൂപ്പർ വെയിറ്റ് കൂടിയാൽ തലാക്കല്ലും. അള്ളാഹു റസൂലൊക്കില്ലേ? വിഷയമൊന്നുമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്തേ ഉപരിക്ക് പണി എന്താ? ദിക്ർ നടക്കാം. ഇവിടെ ദിക്ർ ഹൽക്കാം, മറ്റേ ദിക്ർ കൊലക്കാം. നടക്കന്നല്ല. അതേ ഒരു ബന്ധമല്ല. ഈ കൊലക്കകളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പൈസയും കിട്ടും, ചോറും കിട്ടും. അപ്പൊ മുമ്പേക്ക് ചോറിനോടും പൈസയോടെ ബന്ധം. ആരോടല്ല, അതിന് അള്ളൊരു മാധ്യമമാണ്. ഹജ്ജ് ഗ്രൂപ്പ് നടത്തുന്ന ഒരാളുണ്ടായിരുന്നു നമ്മളെ ബന്ധുവിൽ. അപ്പോൾ അയാളെപ്പോഴെങ്കിലും ബാപ്പാക്ക് ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു കള്ളിത്തുണി കൊണ്ടുവരും. അപ്പോൾ ബാപ്പ തമാശക്കാരനാണ്. ബാപ്പ പറയും, ഇജ് എനിക്ക് കള്ളിത്തുണി എന്നുകൊണ്ട് മാത്രമായില്ല, ഇജ് ഇബ്രാഹിം നബിക്ക് നിർച്ചയിച്ചതാണ്. അങ്ങനെ ഒരു മനുഷ്യണ്ടായതുകൊണ്ടാണ് എൻ്റെ കാര്യം നടന്നു. തമാശ അറിയാം. ബാപ്പ തമാശ പറയും,
എനിക്കൊരു കള്ളിത്തുണി തന്നതുകൊണ്ട് കാര്യമായില്ല. ഇബ്രാഹിം നബിൻ്റെ പേരിൽ ഇടക്കിടക്ക് നേർച്ച കഴിക്കണം. കാരണം മൂപ്പര് ഹജ്ജിന് വിളിച്ചതുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോണത് എന്ന് പറയും ബാപ്പ. മനസ്സിലായില്ലേ? ചിന്തിക്കുന്നത് നമ്മൾക്ക് തന്നെ അതന്നെ നമ്മളെ ബന്ധം. ഈ ദിക്റുണ്ടായതുകൊണ്ടാണ് നമ്മളെ കാര്യം നടന്നോണത്. ഈ മജ്‌ലിസുന്നൂർ ഉണ്ടായതുകൊണ്ട് നമ്മളെ ബിൽഡിംഗ് കെട്ടിയത്. തെറ്റാണോ? തെറ്റൊന്നുമല്ല. പക്ഷെ അതിന്റെ ലക്ഷ്യം അതല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് ഉൻസ് ഹൃദയത്തിൽ കരസ്ഥമായി ഒരു വ്യക്തിക്ക് കരസ്ഥമായാൽ ഓട്ടോമാറ്റിക്കലി മുറിഞ്ഞോ ഓയിലില്ല. പറേ അള്ളാഹു അല്ലാത്തവരെ തൊട്ട് അങ്ങനെ മുറിഞ്ഞു പോയാൽ ഇയാൾക്ക് ഇനി ഖബറിൽ ഒന്നും വേണ്ട. ഇയാൾക്ക് ഖബറിൽ ഒന്നും വേണ്ട. പറയുന്നത് നോക്കൂ. അള്ളാഹു അല്ലാത്തതെല്ലാം അത് ഇയാളോട് വിട്ടുപിരിയുന്നതാണല്ലോ. നോക്ക് മോനെ, നിങ്ങൾ തന്നെ അർത്ഥം വെക്കി. അള്ളാഹു അല്ലാത്തതെല്ലാം ഹുവ അതെല്ലാം അല്ലദീ ഒന്നാണ് യുഫാരിഖുഹു ഇവനോട് വിട്ടുപിരിയുന്നതാണല്ലോ. ഇൻദൽ മൗത്തി മരിക്കുന്നേരത്തെ ഏതായാലും അള്ളാഹു അല്ലാത്ത എല്ലാം ഇവനോട് വിട്ടുപിരിയല്ലോ. ഫലാ യബ്ഖാ മഅഹു ഫിൽ ഖബരി ഖബറിൽ അവന്റെ കൂടെ ശേഷിക്കുകയില്ലല്ലോ. അഹ്ലൂൻ കുടുംബം, വല മാലൂൻ ശേഷിക്കൂല, വല വലതും ശേഷിക്കൂല, വല വിലായത്തുൻ ഒരു അധികാരവും ശേഷിക്കൂല. വലാ യബ്ഖാ മഅഹു അവന്റെ കൂടെ ശേഷിക്കുകയില്ല ഇല്ലാ ദിക്റുല്ലാഹ് ആരല്ലാതെ. അതിനാൽ അതവൻ നേരത്തെ സമ്പാദിച്ചു വെച്ചതുണ്ട്. അവന്റെ കൽബിൽ എന്തുണ്ട്? ദിക്റുണ്ട്. അപ്പൊ ഇവരെല്ലാരും പോയാൽ ഇവൻ സന്തോഷാണ്. എവിടെ? ഖബറില്. എന്തുകൊണ്ട്? ഇവൻ ജീവിതകാലത്ത് ഇവരൊന്ന് പോകാൻ കാത്തുന്നതാണ്. ഞാൻ ഇവിടെ ഇറച്ചി പൊറാട്ടി വാങ്ങിക്കൊണ്ടെന്ന് വെച്ചു. ഞാൻ ഇവിടെ ഈ റൂമിൽ ഇറച്ചി പൊറാട്ടി വാങ്ങിക്കൊണ്ടെന്ന് വെച്ചു. അപ്പൊ എനിക്കത് തിന്നണം. അത് നിങ്ങൾ ഓരോരുത്തരും വരിക, ഉസ്താദെ അങ്ങനെ ഉസ്താദെ അങ്ങനെ ഉസ്താദെ. അപ്പൊ ഞാൻ പറഞ്ഞു അസ്സലാമു അലൈക്കും, നിങ്ങൾ അടുത്ത ആഴ്ച വരിട്ടാ. അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഒഴിവാക്കാം. പിന്നെ അടുത്ത ആൾ വന്നു. അതിനനുസരിച്ച് ചൂടാറാണ്. എന്ത് പറയണ ചങ്ങായി, എന്ത് ഇന്റെ കൽബിൽ എന്താ ഉള്ളത്? ഇന്റെ കൽബിൽ എന്താ ഉള്ളത്? ഇറച്ചി പൊറാട്ടി. പക്ഷെ നിങ്ങൾ വിട്ടു വരില്ല. നിങ്ങൾ ഉസ്താദേ 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 ഉസ്താദേ. അപ്പൊ എന്താ വിചാരിക്കുക? ശല്യങ്ങളൊന്ന് പോയി കിട്ടിയ മനുഷ്യൻ തിന്നായിരുന്നു. നിങ്ങൾ പിന്നെ എൻ്റെ കൈ പിടിച്ച് മുത്തണോ? നിങ്ങൾ മുത്തിനനുസരിച്ച് പിന്നെ ഒന്നും കൂടി കൈ കഴുകി ഞാൻ ഇരിക്കാൻ നിൽക്കും. ഇറച്ചി പൊറോട്ടൊക്കെ ഇരിക്കാൻ നിൽക്കണം. നേരത്താണ് നിങ്ങൾ പിന്നെ വന്ന് കൈ മുത്തി. അപ്പൊ ഇനി ഒന്നും കൂടി കഴിക്കണം. ശല്യങ്ങൾ എന്നൊക്കെ പറയുന്ന മനസ്സിൽ തലക്ക് കൊടുക്ക് ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ഒഴിവാക്കി പോരാണല്ലോ എനിക്ക് ആവശ്യം. എനിക്കാണെങ്കിൽ നിങ്ങളെ പറ്റാണ്ട് ഒഴിവാക്കാനും പറ്റൂല. അപ്പൊ ഞാനങ്ങോട്ട് കുടുങ്ങും. എന്തിന്? ഇറച്ചി പൊറാട്ടയാണ് അതിന്റെ വാസന മാത്രം എൻ്റെ മൂക്കിലുള്ളത്. നിങ്ങളോട്ട് പോകണില്ല. അപ്പൊ അവസാനത്തെ ആളോട് പോയി അടുത്ത വെള്ളിയാഴ്ച വരാ. ആയിക്കോട്ടെ, ഇനി അടുത്ത വെള്ളിയാഴ്ച വന്നിട്ടില്ല. പോണയൊക്കെ എന്നായി. പിന്നെ ഒരു ഒറ്റ തീറ്റ. ഇത് നേരെ വെച്ചോക്കാം. ഒരു മനുഷ്യന്റെ കൽബിൽ ഇറച്ചി പൊറാട്ടക്ക് പകരം ആരുണ്ടായി? അള്ളാഹ്. സദാ നേരം കൽബിൽ ആരുള്ളത്? അള്ളാഹ്. അപ്പൊ പെണ്ണുങ്ങൾ പിന്നെ എന്താണ്? പെണ്ണുങ്ങൾ അവിടെ കൊടുത്തിട്ടില്ല, അവിടെ വാങ്ങിയില്ല, അരിയില്ല, കൂട്ടല്ല, വെക്കാനില്ല, മറ്റില്ല, ഇറച്ചി വാങ്ങിയിട്ടില്ല, ഇറച്ചി വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ടില്ല. അങ്ങനെ മകളെ കെട്ടിച്ചു കൊടുത്തു. ഇങ്ങനെ നാളെ പെരുന്നാര് മറ്റന്നാ കുടുംബക്കാർ ഇങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ചൊക്കെ ശല്യങ്ങൾ എന്നാണ്. എന്താണ്? ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയൂല. അങ്ങനെ ഖബറിൽ കൊണ്ടുപോയി പേക്കാക്കിയാണ്ട് എല്ലാവരും എന്ത് പറഞ്ഞേ? മിനാ ഹലക്കനാക്കും. അതിനനുസരിച്ച് ഇയാൾ എന്ത് പറയും? വണ്ടി വിട്ടോ മിനാ ഹലക്കനാക്കും. ഏതായാലും ഈ 3 പടി മണ്ണിട്ടാൽ എങ്ങനെ ഇവിടുന്ന് ഒന്ന് പോകുമല്ലോ. അൽഹംദുലില്ലാഹ്. ആര് പറയും? ഇയാൾ പറയും. ഖബറിന്റെ അടി കിടന്ന് ഇയാൾ പറഞ്ഞങ്ങായി. കാരണം ഇയാൾക്കെന്ത് പേടി? മണ്ണ് ഇയാളെ പേടിക്കല്ലേ? ഇയാൾ ആരാളാ? അള്ളാന്റെ ആളല്ലേ? വണ്ടി വിട്. എല്ലാവരോടും പോയി കഴിഞ്ഞാൽ അയാൾക്ക് സന്തോഷമായി. ഫലാ യബ്ഖാ മഅഹു അവന്റെ കൂടെ ഖബറിൽ ശേഷിക്കുകയില്ല ആരല്ലാതെ? അള്ളാന്റെ ദിക്റല്ലാതെ ഒന്നും ശേഷിക്കൂല. ലാ അഹ്ലുൻ വലാ മാലുൻ വലാ വലദുൻ വലാ വിലായത്തുൻ വലാ യബ്ഖാ മഅഹു ഇല്ലാ ദിക്റുല്ലാഹ് ഫഇൻ കാന ഫീ ഉൻസി ബിഹി തമത്തഅ ബിഹി. നേരത്തെ തന്നെ അള്ളാഹുവിൻ അവന്റെ കൽബ് അള്ളാന്റെ ദിക്റിൽ നിർവൃതിയിലായാൽ തമത്തഅ ബിഹി അവിടെ വെച്ചാണ് സുഖം അനുഭവിക്കുക. അവിടെ സുഖം അനുഭവിക്കും. കല്യാണം കഴിച്ച ആള് ചങ്ങായിമാരിങ്ങനെ രാത്രി 10 മണിക്കും 12 മണിക്കും വന്നിട്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ നിൽക്കുകയാണ്. ഭാര്യ ബെഡ്റൂമിലുണ്ട്. അപ്പൊ ഇവൻ എന്താ വിചാരിക്കാം? ശല്യങ്ങളൊന്ന് പോയി കിട്ടിയെങ്കിൽ മതിയായിരുന്നു.
ഇവരെല്ലാവരും പോയി, എല്ലാവരും പുതിയ പുതിയ പാർട്ടികൾ വന്ന് ഒരു ഈ എന്താ പറയുക വർണ്ണക്കടലാസ് ഒട്ടിച്ചിട്ട് എന്തോ ഒരു ചേമ്പോ ചേനയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, പൈസ ഒന്നും ഉണ്ടാവില്ല, നേരെ അങ്ങനെ പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇവരെല്ലാവരും പോയ ഒരു സന്തോഷവും എല്ലാവരും പോയി കഴിഞ്ഞാൽ അവളെ കൊണ്ടാണ് സുഖാൻ പോയി എന്നതുപോലെ ഖബറിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരോടും പോവും, പള്ളിക്കാട്ടിൽ ഒറ്റക്കാവും. അപ്പോ തമത്താപിരിക്കില്ല, അള്ളാന്റെ ദിക്ർ ഇവൻ ഒറ്റക്കാവും. അവൻ ഭയങ്കര സുഖാണത്. എന്തുകൊണ്ട്? ഒരു ശല്യമല്ല, ആരും ശല്യപ്പെടുത്തൂല. അവനാണ് ആര്? യഥാർത്ഥ മനുഷ്യൻ, അവൻ തന്നെയാണ് യഥാർത്ഥ മുഅ്മിൻ. മനസ്സിലാണ്ട് പറഞ്ഞത്? ചിന്തിക്ക്. മറ്റൊക്കെയോ ദുനിയാവിന്റെ ലദ്ദാത്ത്, ദുനിയാവിന്റെ ഷഹവാത്ത് അതിൽ പെട്ടുപോയി. ഉലൈക കൽഅൻആം, മൃഗങ്ങളെ പോലെയാണ്. എന്താ മൃഗത്തിന്റെ ലക്ഷ്യം? തിന്നണം, രമിക്കണം. ഇവന്റെ ലക്ഷ്യത തിന്നണം, രമിക്കണം. അതാ ലക്ഷ്യം. എന്തിനാ എല്ലാവരും ഒരേ അവസ്ഥ? എല്ലാം ഒക്കെ കച്ചവടം. എന്തിനാ പഠിക്കണത്? അധ്യാപകനാകണം, പ്രൊഫസറാകണം. എന്തിനാ പ്രൊഫസറാകണം? പൈസ ഉണ്ടാക്കണം. എന്തിനാ പൈസ? മന്തി തിന്നണം. എന്താ മന്തി? സുഖം അനുഭവിക്കണം. എന്തിനാ മെഡിസിൻ പഠിക്കണത്? ഡോക്ടറാകണം. എന്തിനാ ഡോക്ടറാണത്? പൈസ കിട്ടണം. എന്തിനാ പൈസ? മന്തി ആകണം. മന്തിയാണ് എക്സാമ്പിൾ. ഇനി മന്തി അല്ലെങ്കിൽ കുന്തിന്ന് വെച്ചോ, എൻ്റെ ഒരു ഇന്ത്യന്ന് വെച്ചാ പൈസ. അല്ലാതെ ഈ ലോകത്തൊരിക്കലും കച്ചവടം ചെയ്യാൻ പാടില്ലാത്ത സാധനം എന്ത്? ആരോഗ്യവുമായി ബന്ധപ്പെട്ടതിൽ കച്ചവടമല്ല. പഴയ കാലത്ത് പിന്നെ വൈദ്യന്മാർക്കൊന്നും വില കൊടുക്കൂലാണ്. അപ്പോഴേ അവർക്ക് കൈഫലം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? പൈസ കൊടുത്ത് വാങ്ങൂല. പഴയ കാലത്ത് എന്താ ചെയ്യുന്ന ഒരു രോഗം മാറിയാൽ അവർക്ക് നെല്ല്, അരി, പിന്നെ എന്താ പറയുക, പശുവിൻ്റെ പാല് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക. പൈസ വാങ്ങൂല. എന്തുകൊണ്ട്? പൈസ വാങ്ങിയാൽ ഫലം ഉണ്ടാവില്ല. ഒക്കെ അങ്ങനെ പഴുതും. ഒരാൾ സെഹർ ബാത്തിലാക്കി കൊടുത്തു, ഇപ്പോൾ സെഹർ ബാത്തിലാക്കി കൊടുത്ത് അന്ന് പൈസ വാങ്ങാൻ പറയും. പൈസ കൊടുത്ത ഫലം ഉണ്ടാവില്ല. ഷർത്താണ്, പൈസ പറയാൻ പാടില്ല. ഒരാൾ സെഹർ ബാത്തിലാക്കി കൊടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങളോട് എന്താ പറയുക? 1.5 ലക്ഷം റുപ്യ ചിലവാകും. ഉറപ്പിച്ചോ? ഇതിൽ പടച്ചോൻ്റെ ആക്ട് ഉണ്ടാവില്ല, നീ ശൈത്താൻ ആക്ട് ചെയ്യും. നിങ്ങളിൻ്റെ കൂടെ ഇല്ല, നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലായോ? ബിസിനസ് എന്നാ പറയാം, അവിടെ ബിസിനസ് കുറവാണ്. ഒരു ഹോസ്പിറ്റലിൻ്റെ മുതലാളി ഒരു സദസ്സിൽ വെച്ച് ഞാൻ പറയുന്നത് കേട്ടു. അവിടെ ജിദ്ദയിൽ പിന്നെ എന്താ അത്യാവശ്യം കച്ചവടമുണ്ട്. പിന്നെ ജിസാനിലെ കച്ചവടം നടക്കണില്ല. എന്താ കച്ചവടം? ഇയാൾ ഹോസ്പിറ്റൽ മുതലാളിയാണ്. അപ്പം എന്താ കച്ചവടം? മനസ്സിലായില്ല. ജിദ്ദയിൽ കച്ചവടം നടക്കുന്നുണ്ട്, ജിസാനിൽ കച്ചവടമില്ല. കച്ചവടം എന്താ? എന്താ കച്ചവടം? ജിസാനിലെ ആളുകൾക്ക് രോഗം കുറവാണ്, അല്ലെങ്കിൽ ആളുകൾ കുറവാണ്, അതുകൊണ്ട് ആളുകൾ കൂടുതൽ ആശുപത്രിയിൽ വരുന്നില്ല. ഇവിടെ ജിദ്ദയിൽ എല്ലാ ചണ്ടി മുണ്ടാരങ്ങളും അടിയനുണ്ട്. അവിടെ എന്ത് രോഗമുണ്ട്? അപ്പോൾ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കച്ചവടമാണ്. ആരോഗ്യം കച്ചവടമാണ്. വിദ്യാഭ്യാസം കച്ചവടമാകാൻ പാടില്ല. വിദ്യാഭ്യാസം കച്ചവടമാണ്. എന്നൊന്നും അനുഭവിച്ചുണ്ടാവില്ല. ചില സംഗതികളിൽ കച്ചവടമില്ല. അതേസമയത്ത് അവർക്ക് ജീവിക്കണ്ടേ? അത് ജനങ്ങൾ ജീവിപ്പിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എല്ലാം ബിസിനസ് ആകുമ്പോൾ അവിടെ റബ്ബുണ്ടാവില്ല. വളരെ വളരെ ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്കുക. എല്ലാവർക്കും ഒരു ലക്ഷ്യമല്ലേ പ്രതി? എല്ലാവർക്കും ഒരു ലക്ഷ്യം. എന്ത്? പണം വേണം, സുഖം അനുഭവിക്കണം. എല്ലാവർക്കും ഒരു ലക്ഷ്യം. എല്ലാവർക്കും ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യമല്ല, പണം വേണം, സുഖം അനുഭവിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സറിയാം, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തം. നേരെന്താണ്, നേരുകേട് എന്താന്ന് അറിയാൻ ഇന്നത്തെ കാലത്ത് അത്രയും അള്ളാഹു തൗഫീഖ് ചെയ്ത ഒരാൾക്കല്ലാതെ കഴിയൂല. ഒരിക്കലും കഴിയില്ല. അത് കഴിയൂല. അത് ഏത് കാലത്തുണ്ട്, ഏത് മതത്തിലും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കാണുന്നുണ്ട്. പഞ്ചപാണ്ഡവന്മാരുടെ ഉസ്താദാണ് ദ്രോണൻ. ദ്രോണനാണ് ദുര്യോധനൻ്റെ പക്ഷത്ത്. ഇപ്പുറത്തെ കൃഷ്ണൻ. ഇതാണ് ഹൈന്ദവത. ഇനി ഇതിൻ്റെ ഇടയിൽ നിന്ന് നേരിനെ കണ്ടെടുക്കണം. അത് ഭയങ്കര പണിയാണ്. അത് തന്നെ ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ കുടുംബക്കാർ, ഖുറൈശികളുടെ കുടുംബക്കാർ, ബാപ്പയടക്കം അപ്പുറത്ത്. അവിടെ റസൂലുള്ളാഹി എന്നൊരു മീസത്തുള്ളത് കൊണ്ടാണ് ഹക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ വാളെടുക്കൂല. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. അബൂ ഉബൈദിന്റെ നേരെ അപ്പുറത്താര ജറാഹ് ആരെ പക്ഷത്താ? കുട്ടി ആരെ പക്ഷത്താ? ഖുറൈശി പക്ഷത്ത്. എല്ലാവരും അങ്ങനെയല്ലേ? മനസ്സിലായില്ലേ? ഉമർ ഇബ്നു ഖത്താബ് അമ്മാവൻ നേരെ അപ്പുറത്തെ പക്ഷത്ത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാപ്പ അപ്പുറത്തെ പക്ഷത്ത്. കൺഫ്യൂഷൻ ആവും.
പിന്നെ അവിടെ എന്ത് വേണം? അവിടെ പിന്നെ മീസത്തുണ്ട്, മുഹമ്മദ് മുസ്തഫ. അതാണ്. ഇന്ന് അങ്ങനത്തെ ഒരാളെ നമുക്ക് കാണില്ല, അങ്ങനത്തെ ആളെ ഏതായാലും ഇല്ല. പക്ഷെ അങ്ങനല്ലേ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എങ്കിലും, ഫോട്ടോ സ്റ്റാറ്റ് ഇല്ല, ഫോട്ടോ വിശ്വാസമില്ല ഇല്ല. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഒരാൾ സീമിനെ പറ്റി സംസാരിക്കുന്നു, ഞങ്ങൾ രണ്ടാളുകൾ. അപ്പോൾ ഞങ്ങൾ എൻ്റെ അന്വേഷണത്തിൽ അങ്ങനെയാണ്, 20-ാം നൂറ്റാണ്ടിൽ ഭൂമിയിൽ അങ്ങനെ ഒരാളില്ല, എൻ്റെ കാഴ്ചയില്ല. 20-ാം നൂറ്റാണ്ടിൽ ഭൂമിയിൽ, ഞാൻ അറിഞ്ഞ ഭൂമിയിൽ, ഞാൻ പഠിച്ച താരീഖിൽ 20-ാം നൂറ്റാണ്ടിൽ മടവൂര ശിവനും പോലെ ഒരാളില്ല, എൻ്റെ അറിവിലില്ല. ഇത് ഞാനിത് നിഷ്പക്ഷ ചരിത്ര വിദ്യാർത്ഥിയായിട്ട് വായിക്കുക. അങ്ങനെ ഒരാളില്ല. ആ ആളെ ഭംഗി കെടുത്താനാണ് ഇപ്പോൾ സുന്നികൾ വരെ അധ്വാനിക്കുന്നത്. ഞാൻ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കണം എന്ന് പറയില്ല, പക്ഷെ സിയമനം പെട്ട ഒരാൾ 20-ാം നൂറ്റാണ്ട് ചരിത്രത്തിലില്ല, ഇല്ല. അങ്ങനെ ഒരാൾ പറയും. ലക്ഷക്കണക്കായ ആളുകൾക്ക് ആ രോഗം വേണ്ടാറ രോഗമില്ല. ഈ മജ്‌ലിസിൽ എൻ്റെ അടുത്ത് മിനിഞ്ഞാന്നൊരാൾ വന്നു, ഇവിടെ കുറ്റിക്കാട്ടൂർക്കാരനായ ആൾ ഈ മജ്‌ലിസിലുണ്ട്. അയാൾ പറഞ്ഞു, എൻ്റെ ബന്ധപ്പെട്ട ഒരാൾക്ക് തലയിൽ നിറയെ ആ പഴുത്ത് അളിഞ്ഞ രോഗമുണ്ടായിരുന്നു, ഒരു കുട്ടിക്കാലത്ത്. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ കളിച്ച് കയറി വന്നപ്പോൾ പിന്നെ ഇല്ല, അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാലങ്ങളോളം മരുന്ന് കുടിച്ച് മാറാത്തത് രാവിലെ വരെ ഉള്ളത് വൈകുന്നേരം കാണാനില്ല. അപ്പോൾ ഉമ്മ ചോദിച്ചു, എന്തേ ഉമ്മനെ പറ്റിയത്? അപ്പോൾ ഇത് ഉണങ്ങിയല്ലോ. പറഞ്ഞു, ഒരു പാപ്പ വന്നിരുന്നു, എൻ്റെ കയ്യിൽ വെച്ച് തലയിൽ വെച്ചുകൊണ്ട് കൈ വെച്ചുകൊണ്ട് ഇത് വേണ്ടായിരുന്നു. അപ്പോൾ ഒരു കണക്കൂട്ടി, അതാരായിരിക്കും? സിയമായിരിക്കും. ഈ സദസ്സിലുണ്ടല്ലോ ആൾ, ഒന്ന് എണീറ്റിക്ക്, ഇന്നലെ നീക്ക ഒന്ന് തന്നെ എന്തോ എന്നോട് പറഞ്ഞു, കുറ്റിക്കാട്ടൂർക്കാരന്. അരിമാഷെ ജ്യേഷ്ഠൻ്റെ മകനോ അല്ലേ? അരിമാഷെ കുറ്റിക്കാട്ടൂർ സെക്രട്ടറി ആയിരുന്ന അരിമാഷെ ജ്യേഷ്ഠൻ്റെ മകനാണ്, ഓനാണെന്ന് പറഞ്ഞു എന്നോട്. ഇത് ആരെ പറ്റിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എൻ്റെ ആര്? എൻ്റെ ജ്യേഷ്ഠൻ. രോഗി ആരും കണ്ടിട്ടില്ല, ഒന്നുമില്ല. ഒരാൾ വന്നു, തലയിൽ കൈവച്ചു, അതിന് വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ മാറി, അന്ന് തന്നെ മാറി കഴിഞ്ഞു. അങ്ങനത്തെ ഒരാളെ പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ ഇരുന്നോ? തെളിവടക്കം ഞാൻ പറയണത്, ഇത് വെറുതെ പറയല്ല. ഇതും ഡോക്ടർ മുഹമ്മദ് വായും കൂടി എന്നോട് ഈ സംഭവം പറഞ്ഞത്. നമ്മൾ ഡോക്ടർ മുഹമ്മദ് വായും ഇവനും കൂടിയാണ്, ഒരു എളാപ്പ മുത്താപ്പ മക്കളാണ്. ഒരു ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവം ഉണ്ട്. ഇങ്ങനെ ആളങ്ങൾ 20-ാം നൂറ്റാണ്ട് പറയും, ഇങ്ങനെ ഒരാളങ്ങൾ പറയും. നിങ്ങൾക്കിപ്പോൾ സുന്യാക്കെൻ്റെ പണി ഈ മനുഷ്യൻ്റെ മാത്രം കെടുത്ത് അങ്ങനെ ഒരാളങ്ങൾ പേരെ പറയും. എൻ്റെ ചേപ്പി മുറിച്ചേരി നിങ്ങൾക്ക് ഞാൻ CM വലിയുള്ളാനെ പോലത്തെ ഒരു മനുഷ്യനെ ഈ ഭൂഗോളത്തിൻ്റെ മുകളിൽ 20-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ ഈ ചെവി മുറിച്ച് നിങ്ങൾക്ക് ആ മനുഷ്യന്റെ മാറ്റം കെടുത്ത നമ്മൾ സുന്യൽ എന്ന് പറഞ്ഞു നടക്കണ തിന്നാവോള്. സുന്യല്ല, തീറ്റ സുന്യാണ്. തല കൊടുത്തോളിയും, നിങ്ങളൊന്നും എനിക്കൊരു വിഷയമല്ല. ഇതെന്താ അള്ളാ എന്ന ദിക്റിൽ അങ്ങോട്ട് അനീസായതാണ്. പിന്നെ അവർക്ക് നടക്കാത്തൊരു കാര്യം ഇല്ല. നമ്മൾ ദ്വാരന്നാലും ഒരു കാര്യം നടക്കണമില്ല. CM ദ്വാരക്കാതെ തന്നെ എന്തിനാണ് ഒക്കെ നടക്കുക. നമ്മക്കോ ദ്വാരന്നിട്ട് നടക്കണില്ല. എന്തുകൊണ്ട്? നമ്മളെ കൽബിൽ സാധനങ്ങളാണ്. CM കൽബിൽ അള്ളയാണ്. നമ്മളെ കൽബിൽ ദുബായിയാണ്, നമ്മളെ കൽബിൽ പാസ്പോർട്ടാണ്, നമ്മളെ കൽബിൽ വിസയാണ്, നമ്മളെ കൽബിൽ കച്ചവടാണ്, നമ്മളെ കൽബിൽ കടാണ്, നമ്മളെ കൽബിൽ മകളാണ്, പെങ്ങളാണ്. ഇതൊന്നും ആർക്കില്ല. CM ആര് മാത്രം? അല്ലാഹ്. അവർക്ക് നടക്കാത്തൊരു കാര്യമല്ല. ഞാൻ അള്ളാഹിനോട് ദ്വാരക്കട്ടെ. ഇപ്പൊ ഏറെ വന്നപ്പോ നിങ്ങൾ ഇന്നോട്ട് ക്ലാസ് ചെയ്യേണ്ട ഉസ്താദെ അങ്ങനെ വയ്യ, എന്താ പറയാ, ദ്വാരക്കട്ടോ നിങ്ങൾക്ക് മറുപടി. CM ദ്വാരക്കട്ടോ എന്നറിയാം, ഞാൻ വേണ്ട, പിന്നെ ഇല്ല, പിന്നതില്ല. ചിന്തിക്കേണ്ടേ നിർവൃതി ആരെ കൊണ്ട്? അല്ലാഹ്. ആ മനുഷ്യന്റെ വെളിച്ചം, ആ മനുഷ്യന്റെ മാറ്റം കിട്ടാനാ ഞാൻ നിങ്ങൾ ഈ ഇരിക്കുന്നവര് അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവര് പഠിക്കി. 20-ാം നൂറ്റാണ്ടിൽ ഈ ഭൂഗോളത്തിന്റെ മുകളിൽ എവിടെയെങ്കിലും CM പോലത്തെ ഒരു മോലിയാരുണ്ടെന്നോ തങ്ങളുണ്ടെന്നോ കാണിച്ച ഇപ്പണി റഹ്മത്ത് നിർത്തും. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരാളുണ്ടായാലും മതി, ഹക്കുമാത്തുൽ മനസ്സിലാവും. ഇതൊന്നുമില്ല. അപ്പൊ അതാണ് ഇരുട്ട്, സമ്പൂർണ്ണ ഇരുട്ട്, ഒക്കെ ഇരുട്ട്. മറ്റേതൊരു വെള്ളിക്കോലുണ്ട്, ആ വെള്ളിക്കോലുമ്പോ തൂക്കം കിട്ടും. ഒരു എന്താ പറയാ, ഒരു സ്കെയിലുണ്ട്, നമ്മ വടി വളഞ്ഞോ ഇല്ലേന്ന് കിട്ടും. നമുക്കിപ്പോ വടി വളഞ്ഞോ ഇല്ലേന്ന് മനസ്സിലാക്കാൻ ഇല്ല. കുറെ നാട്യക്കോലങ്ങളുണ്ട്, താടിയും തൊപ്പറയും തലയെക്കെട്ട് നന്നാക്കിയവരുണ്ട്. ആരില്ല, ഒരു സ്കെയിലില്ല. സ്കെയിലുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അപ്പൊ പറഞ്ഞുതരും ഇന്നതാണ് നേര്, ഇതിനൊപ്പം വയ്ക്കും, അത് കൃത്യരിക്കും.
മനസ്സിലായില്ലേ? ഹസ്ബീർ. പഠിച്ചോ പഠിച്ചോ പഠിച്ചോ. സിയമ നിസ്കരിച്ചിട്ടില്ല, സിയമനെ നിസ്കാരത്തിന് കണ്ടിട്ടില്ല എന്നൊക്കെ കുറേ ആളുകൾ വിമർശിക്കും. ഞാനിങ്ങനെ നോക്കിയിരിക്കുക. മടവൂർക്കാരൻ തന്നെ ഒരു മൗലവി വിമർശിച്ചിട്ട് ഏതെങ്കിലും സുന്നി മറുപടി അറിഞ്ഞു മിണ്ടിയിലാരും. എന്ത് ഒക്കെ അങ്ങനെ തന്നെയാണ്. അത്ര സംഘടനയിൽ വ്യത്യാസമൊക്കെ ഉണ്ട്, വിശ്വാസം എല്ലാവർക്കും ഒന്നാ. അപ്പോൾ ഒരാളുടെ കൽബിൽ അല്ലാഹേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് അല്ലാഹുവല്ലാത്തൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. മറ്റൊക്കെ മൃഗങ്ങളാണെടോ, മറ്റേ മൃഗങ്ങളാണ്. വിശ്വാസം ഉണ്ട്. ഒരാൾക്ക് സുന്നി പള്ളിയുടെ ഖത്തീബാണ്, ഒരാൾ വഹാബി പള്ളിയുടെ ഖത്തീബാണ്. രണ്ടാൾക്കും ഒരു വിശ്വാസമാണ്. ഒരാൾ കൊതുവിയത്തിലെ പൈസ ഉണ്ടാക്കും, ഒരാൾ ചെല്ലണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൈസ ഉണ്ടാക്കും. പുറത്തു പറയണ്ട. ഒരാൾ പറയും കുത്തിവെത്ത് കളയാൻ പാടില്ല 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 പാടില്ല. ഒരാൾ പറയും കുത്തിവെത്ത് പാടുന്നു 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 പാടുന്നു. الفاتحة. أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.